ഈ രാജ്യത്തെ കോൺഗ്രസിനകത്ത് എന്തൊരു പ്രശ്നമുണ്ടായാലും അത് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിടുകയാണ് പതിവ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രശ്നം ഹൈക്കമാൻഡ് തന്നെ മറ്റൊരാൾക്ക് കൈമാറിയിരിക്കുന്നു. അങ്ങനെ ഒരവസ്ഥയിൽ അതിദയനീയമാണ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മീഡിയ ഗ്രാമം ഇന്ന് വലിയ നിരാശയിലാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്ന് ജനങ്ങൾ ജയിപ്പിച്ച ഒരു പാർട്ടിയും അതിൻ്റെ നേതാക്കളും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നുപോയൊരു കാഴ്ച അതിദയനീയം എന്ന് തന്നെ പറയാൻ കഴിയൂ. മുഖ്യമന്ത്രിയെ നിങ്ങൾ ആരെ വേണമെങ്കിലും തീരുമാനിച്ചോളൂ, അതിന് ചില മര്യാദകളൊക്കെ ഉണ്ടല്ലോ എന്ന സാധാരണക്കാരുടെ അഭിപ്രായം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ ഏത് തരംഗമുണ്ട് എന്ന് പറഞ്ഞാലും അതെല്ലാം തകർന്നടിയാൻ അധിക നേരം വേണ്ട. അത് മനസ്സിലാക്കി തന്നെ അഭിപ്രായം പറയാനാണ് ചില നേതാക്കൾ ഇപ്പോൾ ദില്ലിയിലെത്തിയിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഇനി അധ്യക്ഷനായാലും അതിനെ ആര് നിയന്ത്രിച്ചാലും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് നേതാക്കന്മാരായി കാണുന്ന ചിലരുണ്ട്. അവരെ മറന്നും അവരെ സൈഡാക്കിയും തീരുമാനമെടുക്കാൻ ഒരു ഹൈക്കമാൻഡിനും കഴിയില്ല എന്നതാണ് ഇന്നലത്തെ വിളിയോടുകൂടി ബോധ്യമായിരിക്കുന്നത്. ഡൽഹിക്ക് വിളിപ്പിച്ചവരിൽ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. അവരുടെ കാര്യം അത്ര ഗൗരവമായി എടുക്കേണ്ടതില്ല. കാരണം അവർ ഗ്രൂപ്പ് മാനേജർമാരാണ്, MLA മാരുമാണ് ചിലർ. അവരുടെ ലാഭം മാത്രമേ നോക്കുകയുള്ളൂ. എന്നാൽ മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരൻ, സുധാകരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരും ദില്ലിക്ക് പോയിട്ടുണ്ട്. അതിൽ K സുധാകരൻ മാത്രമാണ് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാവരും ആരെ പറയും എന്നതിലുപരി കേരളത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിഗതികൾ തുറന്നു പറയും. ഇതുവരെ നടന്ന ചർച്ചകളെല്ലാം സ്വന്തം ആവശ്യങ്ങൾ പറയുകയും പുകഴ്ത്തിപ്പാട്ട് പാടുകയുമൊക്കെ ചെയ്യുന്നതായിരുന്നുവെങ്കിൽ ഇപ്പോഴാണ് യഥാർത്ഥ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്. ഈ നേതാക്കളെ വെറുതെ വിളിപ്പിച്ച് തിരിച്ചയക്കാനും അങ്ങനെ പറ്റില്ല. VM സുധീരനും മുല്ലപ്പള്ളിയും ഹസനും തിരുവഞ്ചൂരും മുരളീധരനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും മുഖവിലക്കെടുക്കേണ്ടി വരും ഹൈക്കമാൻഡിന്. അപ്പോഴാണ് അവരുടെ നിലപാടുകൾ ഇവിടെ ചർച്ചയാകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ സ്ഥിതി സ്ഫോടനാത്മകമാണ്. അഭൂതപൂർവമായ പിന്തുണ നൽകി ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ മാത്രമല്ല സാധാരണ ജനങ്ങളും ഒപ്പം പാർട്ടി പ്രവർത്തകരും എതിരായി മാറിയൊരു സാഹചര്യം കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന് നട്ടെല്ല് നിവർത്തി പറയുന്നവരാണ് ഇവർ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയിരിക്കുന്നത്. ഹൈക്കമാൻഡിന് നട്ടലില്ലാത്തത് കൊണ്ടാണ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാതെ ആ ലിസ്റ്റിന് മുകളിൽ അടയിരിക്കുന്നത്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തൊരു തീരുമാനമാണ്. അങ്ങനെ ഹൈക്കമാൻഡിന് വിട്ടു എന്ന് പറയുമ്പോഴും തീരുമാനമെടുക്കാൻ കഴിയാതെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം സോണിയാഗാന്ധിക്ക് വിടുന്നൊരു പരിപാടിയെ പിന്നെന്താണ് പറയേണ്ടത് എന്ന് ജനങ്ങൾക്കറിയുന്നില്ല. പാർട്ടിക്കാർ ഇങ്ങനെ മറ്റു പാർട്ടിക്കാരെല്ലാം നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു നിയമം കണ്ടിട്ട്. എന്നാൽ ഈ ഡൽഹിക്ക് പോയ നേതാക്കൾക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകളാണ്. ഇതിൽ K മുരളീധരനും VM സുധീരനും VD സതീശൻ്റെ വരവ് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ ആഗ്രഹിക്കുന്നത് MM ഹസനും അതുപോലെ ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ആയിരിക്കും. എന്നാൽ ഇവരെല്ലാം ഒരാളുടെ പേര് പറയാനുള്ള സാധ്യതയില്ല. അവർ പറയാൻ പോകുന്നത് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ, അതിലെ അപകടം ധരിപ്പിക്കും, പരിഹാരം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കും. അത് ഹൈക്കമാൻഡ് കേൾക്കേണ്ടി വരും, തള്ളിക്കളയാനാകില്ല. ഈ പ്രായത്തിൽ ഇവരെയെല്ലാം ഡൽഹിക്ക് വിളിപ്പിച്ച് അതും പ്രഹസനമാക്കിയാൽ പിന്നെ അതിൻ്റെ പേരിൽ മറ്റൊരടി തുടങ്ങും. ഇത് ഇപ്പോൾ ഡൽഹിയിലുള്ള നേതാക്കളിൽ കോൺഗ്രസിന് പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അവർ ജനവികാരം മാനിച്ച് സതീശൻ വരട്ടെ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ താല്പര്യപ്രകാരം KC മുഖ്യമന്ത്രിയായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതെങ്കിൽ അതും അവർ അറിയിക്കാൻ പോകും. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇനി ഇവർ രണ്ടുപേരുമല്ല മുഖ്യമന്ത്രിയായി വരുന്നത് എങ്കിൽ സമവായം എന്ന സ്ഥിതിക്കും സീനിയോറിറ്റിയും അതുപോലെ അനുഭവ സമ്പത്തും പരിഗണിച്ച് രമേശ് ചെന്നിത്തലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൂടായികയില്ല. ഏതായാലും ഹൈക്കമാൻഡിന് തീരുമാനം വിടുന്നവർ ഇനിയെങ്കിലും ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതിനേക്കാളും വലിയൊരു ഹൈക്കമാൻഡ് ജനങ്ങളാണ് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ജനനായകരായ നേതാക്കളെ അവസാനം വിളിച്ചു വരുത്തി പരിഹാരം കാണാൻ പോകുന്നത്.